ഹോർമസ് കടലിടുക്കിന്റെ പരമാധികാരത്തെയും നിയന്ത്രണത്തെയും ചൊല്ലി അമേരിക്കൻ ഐക്യനാടുകളും ഇറാനും തമ്മിൽ രൂപപ്പെട്ടിരിക്കുന്ന പുതിയ പോരാട്ടമുഖം ആഗോള രാഷ്ട്രീയ നിരീക്ഷകരെയും നയതന്ത്രജ്ഞരെയും ഒരുപോലെ അമ്പരപ്പിക്കുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ചരക്കു ഗതാഗത പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ സുരക്ഷാ ചുമതല തങ്ങൾ ഏറ്റെടുക്കുകയാണെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനമാണ് കടുത്ത സംഘർഷത്തിന് ആക്കം കൂട്ടിയത്. അന്താരാഷ്ട്ര കപ്പൽ ചാനലുകളുടെയും വ്യാപാര വഴികളുടെയും അധിപനായി വാഷിംഗ്ടൺ മാറുമെന്ന ട്രംപിന്റെ വാക്കുകൾ പശ്ചിമേഷ്യയിൽ കനത്ത യുദ്ധഭീതിയാണ് വിതച്ചത്. തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി അതീവ നിർണായകമായ ഒരു കുറിപ്പ് പങ്കുവെച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയത്. അമേരിക്കൻ സൈന്യം ഇനി മുതൽ ഹോർമുസ് കടലിടുക്കിന്റെ കാവൽക്കാരനായി മാറുമെന്നാണ് ട്രംപ് തന്റെ പോസ്റ്റിൽ വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര എണ്ണ കയറ്റുമതിക്ക് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകാതിരിക്കാൻ ഈ പാത എപ്പോഴും തുറന്നു തന്നെ കിടക്കുമെന്ന് ഉറപ്പുവരുത്താൻ തങ്ങളുടെ സൈന്യം പ്രതിജ്ഞാബദ്ധമാണെന്നും ട്രംപ് ഊന്നി പറയുന്നു. എന്നാൽ ഈ സൈനിക നിരീക്ഷണത്തിനും സുരക്ഷയ്ക്കുമായി വരുന്ന ഭീമമായ ചിലവുകൾ അമേരിക്ക ഒറ്റയ്ക്ക് വഹിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് ട്രംപ് ഭരണകൂടം. ഈ സുരക്ഷാ സേവനത്തിന്റെ പേരിൽ ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകൾക്ക് മേൽ 20% കാർഗോ ഫീ ചുമത്താനാണ് യുഎസിന്റെ പ്ലാൻ. അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളെയും സ്വതന്ത്ര വ്യാപാര കരാറുകളെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ ഈ സാമ്പത്തിക സൈനിക നീക്കം ഇറാനെ കടുത്ത അമർഷത്തിലാഴ്ത്തിയിട്ടുണ്ട്. തങ്ങളുടെ അതിർത്തിക്കടുത്ത് കിടക്കുന്ന തന്ത്രപ്രധാന കടലിടുക്കിലേക്ക് അമേരിക്കൻ സേന അതിക്രമിച്ചു കയറുന്നതിനെ തടയാൻ എന്ത് വിലയും നൽകാൻ ഇറാൻ തയ്യാറാണ് എന്ന സൂചനയാണ് ടെഹ്റാനിൽ നിന്നും ലഭിക്കുന്നത്. ഇറാന്റെ പ്രമുഖ സംയുക്ത സൈനിക കമാൻഡായ ഖാത്തം അൽ അൽഫിയുടെ ഔദ്യോഗിക വക്താവ് ഇബ്രാഹിം സേൽഫഖാരിയാണ് അമേരിക്കൻ നിലപാടുകൾക്കെതിരെ കടുത്ത പ്രതികരണവുമായി രംഗത്തെത്തിയത്. ഹോർമുസ് കടലിടുക്കിന്റെ മേൽനോട്ടത്തിലും മാനേജ്മെന്റിലും ഇടപെടാൻ അമേരിക്കയെ തങ്ങൾ ഒരിക്കലും അനുവദിക്കില്ലെന്ന് സോൽഫഖാരി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. തങ്ങളുടെ പരമാധികാര മേഖലയായ ഈ കടലിടുക്കിന് മേൽ കൈകടത്താൻ ശ്രമിക്കുന്ന ബാഹ്യശക്തികൾക്ക് കനത്ത പ്രഹരമേൽപ്പിക്കാൻ ഇറാന്റെ പ്രതിരോധ സേന സദാസജ്ജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപിനുള്ള ഈ കടുത്ത മറുപടിയിൽ അമേരിക്കയ്ക്ക് താവളമൊരുക്കുന്ന മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കുള്ള കടുത്ത താക്കീതും ഇറാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ സൈനിക വിന്യാസങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ഏതെങ്കിലും പ്രാദേശിക ഗൾഫ് രാജ്യങ്ങൾ ലോജിസ്റ്റിക്കൽ പിന്തുണ നൽകിയാൽ അതിന്റെ പരിണിതഫലം കടുത്തതായിരിക്കുമെന്നാണ് സോൽഫഖാരി മുന്നറിയിപ്പ് നൽകുന്നത്. US സൈനിക പ്രവർത്തനങ്ങൾക്ക് താവളമൊരുക്കുകയോ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്ന രാജ്യങ്ങൾ ഈ സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. ഈ ഭീഷണി പേർഷ്യൻ ഉൾക്കടലിലെ മറ്റു പ്രമുഖ രാജ്യങ്ങളായ സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളെ നേരിട്ട് സമ്മർദ്ദത്തിലാക്കുന്ന ഒന്നാണ്. ഈ രാജ്യങ്ങളിലാണ് അമേരിക്കയുടെ പ്രമുഖ വ്യോമനാവിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കയ്ക്ക് തങ്ങളുടെ മണ്ണിൽ നിന്ന് പോരാടാൻ സൗകര്യമൊരുക്കിയാൽ ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും തങ്ങളുടെ നഗരങ്ങളെയും തകർത്ത് കളയുമോ എന്ന് ഗൾഫ് ഭരണാധികാരികൾ ഇപ്പോൾ ഭയപ്പെടുന്നുണ്ട്. സാധാരണയായി നടക്കുന്ന അതിർത്തി തർക്കങ്ങൾക്കപ്പുറം വലിയൊരു ആഗോള സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ട്രംപിന്റെ ഈ കാർഗോ ഫീ പ്രഖ്യാപനം വഴിതെളിക്കുന്നത്. ലോകത്ത് കയറ്റി അയക്കുന്ന എണ്ണയുടെ സിംഹഭാഗവും കടന്നു പോകുന്ന പാതയിൽ 20% അധിക നികുതി വരുന്നത് എണ്ണവില ക്രമാതീതമായി ഉയരാൻ കാരണമാകും. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലേക്ക് കൂടുതൽ അടുത്തതോടെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഈ മേഖലയിൽ കർശനമായ നാവിക പെട്രോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. സ്വന്തം അതിർത്തിയിൽ ശത്രു സൈന്യത്തെ സ്വതന്ത്രമായി വിഹരിക്കാൻ അനുവദിക്കുന്നത് സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന തിരിച്ചറിവിലാണ് ഇറാൻ തങ്ങളുടെ അത്യാധുനിക മിസൈലുകൾ തീരപ്രദേശങ്ങളിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുള്ളത്. ഹോർമസ് കടലിടുക്കിലെ ഈ അവിചാരിത സംഘർഷം പരിഹരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം നയതന്ത്ര ഇടപെടലുകൾ നടത്തണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് തന്റെ ഉറച്ച തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ ഭാവമില്ലെന്ന സൂചനകളാണ് വൈറ്റ് ഹൌസിൽ നിന്നും പുറത്തുവരുന്നത്. ചൈനയും റഷ്യയും അടങ്ങുന്ന ശക്തമായ ആഗോള അച്ചുതണ്ട് ഈ പ്രതിസന്ധിയിൽ ഇറാന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ചൈനയുടെ വ്യവസായ മേഖലകളെല്ലാം തന്നെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുഗമമായ എണ്ണ വിതരണത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അമേരിക്കൻ സേന ഇവിടെ നിയന്ത്രണം കടുപ്പിക്കുന്നത് തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനുള്ള പരോക്ഷ നീക്കമായാണ് ബീജിംഗ് കണക്കാക്കുന്നത്.
തങ്ങളുടെ സാമ്പത്തിക ഉപാധികളെല്ലാം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ട്രംപിന്റെ പുതിയ നയങ്ങൾക്കെതിരെ കടുത്ത ആഭ്യന്തര സമരങ്ങളുമായി ഇറാൻ ജനതയും രംഗത്തിറങ്ങിയിട്ടുണ്ട്. അമേരിക്കൻ സാമ്രാജ്യത്വ ഭീഷണികൾക്കെതിരെ രാജ്യം ഒന്നടങ്കം പോരാടുമെന്ന സന്ദേശമാണ് ഇറാൻ ഭരണകൂടം നൽകുന്നത്. ട്രംപ് ഭരണകൂടം നടത്തുന്ന സാമ്പത്തിക യുദ്ധത്തിന് ആയുധങ്ങളിലൂടെ മറുപടി നൽകാൻ തങ്ങൾ ഭയപ്പെടുന്നില്ലെന്ന് ഇറാന്റെ തെരുവുകളിൽ ഉയരുന്ന ജനക്കൂട്ടത്തിന്റെ ശബ്ദം വ്യക്തമാക്കുന്നുണ്ട്. പെന്റഗണിന്റെ പ്രത്യേക നാവിക കമാൻഡുകൾ ഇതിനകം തന്നെ കരീബിയൻ ഗൾഫ് മേഖലകളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പേർഷ്യൻ ഉൾക്കടലിൽ അമേരിക്കയ്ക്ക് കൂടുതൽ സൈനിക താവളങ്ങൾ ഉള്ളതിനാൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഹൈ അലർട്ടിലാണ്. ഇറാന്റെ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളെയും ഗൈഡഡ് മിസൈലുകളെയും തടയാൻ തക്ക പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്ക തങ്ങളുടെ കപ്പലുകളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കടലിൽ തങ്ങൾക്കുള്ള മേധാവിത്വം നഷ്ടപ്പെടുന്നത് തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് ഇറാൻ നന്നായി മനസ്സിലാക്കുന്നു. അതിനാൽ തന്നെ അമേരിക്ക നടത്തുന്ന ഏത് മിസൈൽ വിന്യാസത്തെയും തടയാൻ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ആത്മഹത്യാ ഡ്രോണുകളും കടലിലെ ഒളിപ്പോരുകളും ഉപയോഗിക്കാൻ ഇറാൻ മടിക്കില്ല. ട്രംപിന്റെ പുതിയ പ്രഖ്യാപനത്തെ പിന്തുണയ്ക്കാത്ത പല ഏഷ്യൻ രാജ്യങ്ങളും ഈ പ്രതിസന്ധിയിൽ സ്വതന്ത്രമായ നിലപാടുകൾ സ്വീകരിക്കാനാണ് ശ്രമിക്കുന്നത്. എണ്ണ ഇറക്കുമതി ചെയ്യുന്ന പ്രധാന വികസ്വര രാജ്യങ്ങൾ അമേരിക്കയോട് ഈ പുതിയ 20% ചാർജ് പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന ഓരോ കപ്പലും കടുത്ത പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടി വന്നേക്കും. അമേരിക്കയും ഇറാനും തങ്ങളുടെ സൈനിക പരമാധികാരം തെളിയിക്കാൻ നടത്തുന്ന ഈ ബലപരീക്ഷണങ്ങൾക്കിടയിൽ അകപ്പെടുന്നത് അന്താരാഷ്ട്ര നാവിക ജീവനക്കാരാണ്. ഗൾഫ് മേഖലയിലെ സമാധാന ചർച്ചകളെല്ലാം ഇപ്പോൾ പൂർണ്ണമായും നിശ്ചലമായിരിക്കുകയാണ്. യുണൈറ്റഡ് നേഷൻസിന്റെ മധ്യസ്ഥതയിലുള്ള യാതൊരു ചർച്ചകൾക്കും തയ്യാറല്ലെന്ന ഭാവമാണ് അമേരിക്കയും ഇറാനും പ്രകടിപ്പിക്കുന്നത്. അമേരിക്കൻ കോൺഗ്രസിനുള്ളിൽ തന്നെ ട്രംപിന്റെ ഈ ഏകപക്ഷീയമായ പ്രഖ്യാപനത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നുണ്ട്. അന്താരാഷ്ട്ര അനുമതിയോ സഖ്യകക്ഷികളുടെ പിന്തുണയോ ഇല്ലാതെ ഇത്തരം നികുതിയും സൈനിക ഇടപെടലും നടത്തുന്നത് അമേരിക്കൻ ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെയും ആയുധബലത്തിന്റെയും പുതിയ പരീക്ഷണശാലിയായി മാറുകയാണ് ഹോർമുസ് കടലിടുക്ക്. ഒരറ്റത്ത് അമേരിക്കയുടെ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളും മിസൈൽ വിമാനവാഹിനി കപ്പലുകളും, മറ്റേ അറ്റത്ത് ഇറാന്റെ മിസൈൽ പ്രതിരോധ കോട്ടയും നിശ്ചയദാർഢ്യവും. വരും മണിക്കൂറുകളിൽ പേർഷ്യൻ ഉൾക്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന ഏത് ചെറിയ പ്രകോപനവും ഒരു വലിയ സ്ഫോടനത്തിലേക്ക് നയിച്ചേക്കാം. ട്രംപിന്റെ ഗാർഡിയൻ പദവിയും ഇറാന്റെ ഖാത്തം അൽ അൽപിയ കമാൻഡിന്റെ കടുത്ത മുന്നറിയിപ്പുകളും പരസ്പരം വിരൽ ചൂണ്ടുമ്പോൾ ഹോർമുസ് കടലിടുക്കിന്റെ ആകാശവും കടലും യുദ്ധത്തിന്റെ കനത്ത നിഴലിൽ തന്നെയാണ് നിലനിൽക്കുന്നത്.